എല്ലാ വർഷവും ജനുവരി നമ്മൾ ഗർഭാശയ മുഖം ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ ബോധവൽക്കരണ മാസമായിട്ടാണ് നാം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സെർവൈക്കൽ ക്യാൻസറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് ഗർഭാശയ മുഖ ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? സാധാരണയായി അമിതമായ രക്തസ്രാവം, യോനിയിൽ നിന്നുള്ള അമിതമായ രക്തസ്രാവം, ഡിസ്ചാർജ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തതിന് ശേഷമുള്ള വേദന, അതിനുശേഷമുള്ള അമിതമായ രക്തസ്രാവം മുതലായവയാണ് സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ. ഇനി ഇതുണ്ടാകാനുള്ള കാരണം? മറ്റ് ക്യാൻസറുകളിൽ നിന്ന് വ്യത്യസ്തമായി 90% സെർവൈക്കൽ ക്യാൻസറും HPV എന്ന വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. HPV എന്നാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. HPV വൈറസ് മനുഷ്യരിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു വൈറസാണ്. ലൈംഗിക ബന്ധത്തിലൂടെയാണ് നമ്മൾ ഈ HPV ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ എല്ലാ HPV ഇൻഫെക്ഷനുകളും ക്യാൻസറിലേക്ക് നയിക്കുന്നില്ല. 80% HPV ഇൻഫെക്ഷനുകളും തനിയെ റിസോൾവ് ആയി പോകാറാണ് പതിവ്. ബാക്കിയുള്ള 10 മുതൽ 20% ഇൻഫെക്ഷനിലാണ് ഭാവിയിൽ ക്യാൻസറായി മാറുന്നത്. ഈ HPV ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ക്യാൻസറായി മാറുന്നില്ല. അത് പല പ്രീ ക്യാൻസറസ് സ്റ്റേജുകളിലൂടെ കടന്നുപോയി 10 മുതൽ 20 വർഷത്തിന് ശേഷമായിരിക്കും സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവുക. സ്ക്രീനിങ് എന്നാൽ നമ്മൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ ക്യാൻസർ നിർണ്ണയിക്കുന്നതിനാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ക്യാൻസർ വളരെ നേരത്തെ തന്നെ നിർണ്ണയിക്കുകയും അതിനുള്ള ചികിത്സ ഫലപ്രദമായി കൊടുക്കുകയും ചെയ്യാൻ പറ്റും. അതാണ് സ്ക്രീനിങ് കൊണ്ടുള്ള നമുക്കുണ്ടാകുന്ന മെച്ചം. ഇനി എങ്ങനെ സ്ക്രീൻ ചെയ്യാമെന്നുള്ളതാണ്. സ്ക്രീനിങ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് പാപ്പ് ടെസ്റ്റ്. പാപ്പ് ടെസ്റ്റ് എന്നാൽ ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടെ നമ്മൾ ഗർഭാശയ മുഖത്തിൽ നിന്ന് കോശങ്ങളെടുത്ത് പരിശോധിക്കുന്നതിനാണ് പാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ കോമൺ ആയിട്ടും ഈസിലി അവൈലബിൾ ആയിട്ടും നമുക്ക് എല്ലാ ആശുപത്രികളിലും നമുക്ക് അതിൻ്റെ സൗകര്യങ്ങൾ ലഭ്യമാണ്. സോ അതുകൊണ്ട് നമുക്ക് ക്യാൻസറുകൾ നേരത്തെ നിർണ്ണയിക്കുന്നതിനും അതിനുള്ള ഫലപ്രദമായ ചികിത്സ നേരത്തെ തന്നെ കൊടുക്കുന്നതിനും സാധ്യമാണ്. ഇതുകൊണ്ട് തന്നെ ഗർഭാശയ മുഖം ക്യാൻസർ മൂലമുള്ള മരണനിരക്ക് നമുക്ക് ഗണ്യമായി കുറയ്ക്കുവാനും സാധിക്കും. ഇനി നമ്മൾ ഗർഭാശയ മുഖ ക്യാൻസറുകളെ എങ്ങനെ വരാതെ നോക്കാം എന്നുള്ളതിനെ പറ്റി സംസാരിക്കാം. സെർവൈക്കൽ ക്യാൻസറിന് ഇപ്പോൾ HPV വാക്സിൻ അവൈലബിൾ ആണ്. എന്നാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ള വാക്സിനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് HPV ഇൻഫെക്ഷനെതിരെ നമ്മളെ സംരക്ഷിക്കുകയും അതിൽ നിന്ന് ക്യാൻസർ വരുന്നതിനെ നമ്മൾ തടയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ 3 തരം വാക്സിനുകൾ HPV വാക്സിനുകൾ അവൈലബിൾ ആണ്. അത് 9 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് സാധാരണ നൽകുന്നത്. ഏറ്റവും നേരത്തെ വാക്സിനുകൾ എടുത്താൽ അത്രയും കൂടുതൽ വാക്സിനുകൾ ഫലപ്രദമാകും. 9 മുതൽ 14 വയസ്സ് വരെ ഉള്ളവർക്ക് 2 ഡോസും 15 വയസ്സ് മുകളിലുള്ളവർക്ക് 3 ഡോസുമാണ് നമ്മൾ സാധാരണ നൽകാറ്. ഇതിൻ്റെ ചിലവ് ഏകദേശം 3000 മുതൽ 10000 രൂപയോളം ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ചികിത്സാ രീതിയെപ്പറ്റി 1-2 വാക്കുകൾ സംസാരിക്കാം. വളരെ ഏർലി സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയാണ് നമ്മൾ ചെയ്യാറ്. 2ാമത്തെ സ്റ്റേജ് 3ാമത്തെ സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കീമോതെറാപ്പിയും റേഡിയേഷനും ഒരുമിച്ച് കൊടുത്തുള്ള കീമോ റേഡിയേഷൻ ചികിത്സയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മൾ സെർവൈക്കൽ ക്യാൻസറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ മുഖ ക്യാൻസർ. അതിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു. 90% ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് 90%-ഓളം ക്യാൻസറിന് കാരണമായിട്ട് വരുന്നത്. അതിനെതിരെ നമ്മൾ സ്ക്രീനിങ് ലഭ്യമാണ്. പാപ്പ് ടെസ്റ്റ് ആണെന്നാണ് അതിൻ്റെ പേര്. ഇതിനെതിരെ ഇപ്പോൾ നമ്മൾ വാക്സിൻ നമുക്കിവിടെ ലഭ്യമാണ്. 3 തരം വാക്സിനുകളുണ്ട്. വാക്സിൻ എടുക്കേണ്ട ഏജ് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം ചികിത്സാ രീതിയെപ്പറ്റിയും നമ്മൾ സംസാരിച്ചു.